ചേച്ചി ഈ വർഗീസേട്ടന്റെ പറമ്പ് എവിടെയാ? അതാണോ? മക്കളെ രാത്രി ഉണ്ണീശോനെ കിടത്താനുള്ളതാണ്. ഇന്നെങ്ങാനും കൂടുപണി തീരോ? പണിയൊക്കെ തീർന്ന് എനിക്ക് കിടത്തിയാ മതി അങ്ങോട്ട്. നീ അങ്ങോട്ട് ചെല്ലേ. ഈ കാണുന്ന ചുറ്റോട് ചുറ്റും ഫൗണ്ടേഷൻ ഇട്ട് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട്. അവിടം വരെയല്ലേ? ദേ ഇതുവരെ. എനിക്കിഷ്ടായി. നിങ്ങളേതാണ്? വർഗീസേട്ടൻ പറഞ്ഞിട്ട് വന്നതാണ് സ്ഥലം നോക്കാനേ. ഇവര് അങ്കമാലിലുള്ളതാ. ചേട്ടാ ചുറ്റും മതിലേട്ടണം, ഒരു അടിപ്പം കയറ്റും വെക്കണം. ഓക്കെ, അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഇതിന് മുന്നാധാരം ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. മരം തീർത്ത് അപ് ടു ഡേറ്റ് ആയിരിക്കണം. അതൊക്കെ പക്കയാണ്. പോവാന്നോ? പോവാ. എന്നാ വാ വീട്ടിലോട്ട് ഇരിക്കാം. വെള്ളം വെള്ളം കുടിച്ചിട്ട് പോവാ. അയ്യോ ഇപ്പൊ വേണ്ട, വേറൊരു സ്ഥലം ഇവിടെ കാണാനില്ലേ. നിന്റെ അമ്മ അഡ്വാൻസ് വാങ്ങിക്കോ? വാങ്ങുന്നാ തോന്നണേ. പോട്ടെ ചേച്ചിയാ. വേണ്ട, ഈ കൂട്ടിക്കറി കിടന്നോ. ഇതിന്റെ ഒക്കെ ഒരു വായില് നാക്കേ. ഇന്ന് ഉച്ചയ്ക്ക് നീ എവിടെ പോയേ? ഞാൻ ചുരിദാർ തയ്ച്ചത് മേടിക്കാൻ പോയതാ. ഇതെന്തു പറ്റി? ഇതേ ആടിന്റെ കയറ് കുടുങ്ങിയതാ. നോക്കി ചെയ്യണ്ടടി. അങ്ങേര് പറഞ്ഞു വിട്ടതാ സ്ഥലം നോക്കാൻ. കർത്താവേ ഇതെങ്കിലും നടന്നാ മതി. ഞാൻ പ്രാർത്ഥിക്കാം. ചേച്ചി സ്ഥലം വെക്കാൻ പോണേണ. ഡാ കൂടുണ്ടാക്കട പൊട്ടാസേ. ചോദ്യം. ചേച്ചി ഞങ്ങളുടെ ബോളപ്പ് തരും. 2 ദിവസം കഴിഞ്ഞാ തരാം. അതെ, ജനലിന്റെ ചില്ല് പൊട്ടാഞ്ഞത് നിങ്ങളുടെ ഭാഗ്യം. അല്ലെങ്കിൽ ഞാനത് അപ്പ തന്നെ വെട്ടി പൊളിച്ചേനെ. ചേച്ചി ആ സ്വിച്ച് ഒന്നിട്ടേ. കൊച്ചിനാടി സ്വിച്ചിടാൻ വിട്ടത്? ഞാനല്ലോ, അവളല്ലേ പോയേ. എന്തായടാ? ഇതില് ജോർജിന്റെ പേജ് എടുക്കേ. നന്നായിട്ടുണ്ട്. 1ാം സമ്മാനം ഇവരടിക്കും. ജിബിന എപ്പോ വന്ന്? ഉച്ചക്ക് എത്തി. മോളുടെ പേരൊന്ന് പറഞ്ഞേ. അഗസ്തീന. ഹാപ്പി ക്രിസ്മസ് പറ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ശരി. പുതിയ പാട്ടൊന്നുമില്ലടാ. ഉണ്ണി പിറന്നു കാശിട വല്യമ്മേ, രാവിലെ താരം ചെയ്തു നോക്കുമ്പോൾ ഉണ്ണി പിറന്നല്ലോ. ഉണ്ണി പിറന്നതിന് എന്തിനാടാ കാശി? ഇപ്പൊ പ്രസവത്തിനൊക്കെ ഭയങ്കര ചെലവാണ്. ജേക്കബിന്റെ വീട്ടിലല്ലേ? അപ്പുറത്തെ. അപ്പൊ ചേട്ടൻ ഇനി വന്നില്ലേ? നിങ്ങൾ വിട്ടോ, ഞാൻ എത്തിയേക്കാം. എന്റെ അമ്മ ചാവറായി. അപ്പം കഴിച്ചിട്ട് പള്ളിയിലേക്ക് വരാൻ നോക്ക്. ആ പിള്ളേർക്കും കൊടുത്തേര്. എന്നാ വാ, നമുക്ക് ഇറങ്ങാം. നീനെ പോയിട്ട് വരട്ടാ. കെവിനൊന്നും ആരെങ്കിലും ഒന്ന് വിളിക്കടാ. നമ്മോട് വാ. നിങ്ങൾ പള്ളി പോവാണോ? വേഗം വരാൻ നോക്കട്ടെ. അവരൊക്കെ പോയി. ആന്റി ഒക്കെ പോയടാ? ചേച്ചി എപ്പോഴും വന്നേ? ഞാൻ ഉച്ചക്ക്. ആകു പപ്പ വിളിച്ചാ? വിളിച്ചില്ലേ? ഞാൻ പോട്ടേട്ടാ. ശരിടാ. നീ എവിടെ പോയി കിടക്കരുന്നു? ഇതന്നെ കിട്ടിയതേ ഭാഗ്യം. വേമോ ബാക്കിയെല്ലാം സെറ്റല്ലേ? ഇപ്പഴാണ് സമാധാനം. ഒന്ന് വേഗം കേറാ. ഇങ്ങോട്ട് കേറി വാടാ. ഹാപ്പി ക്രിസ്മസ്. അവനെന്തേ കൊടുക്കാൻ പോകുന്നു? ഇതൊക്കെ വല്ലോണം. എടാ കോപ്പ അപ്പൊ പോർക്കറിച്ചില്ലേ? പോർക്കും കുട്ടി മാത്രമേ കണ്ടുപിടിക്കൂ. ചില ശീലങ്ങൾ അത് മാറ്റാൻ പറ്റില്ലല്ലോ. എന്റെ കുട്ട തൽക്കാലം ശീലങ്ങൾ മാറ്റി വെച്ചേക്കട്ടാ. എന്താണിത്? എടാ വൈനാണ്. വൈൻ. എടാ നല്ല മുന്തിരിയും സൂചിയോതമ്പും ഗ്രാമ്പും ഇലക്കായിട്ട് 1.5 കിലോ 10,000-ലേക്ക് ഇറക്കി വെച്ചതല്ലേ? കരക്കാരൻ.
എടാ ഫുഡ് കഴിച്ചിട്ട് കുടിച്ചാ പോരെ? അതല്ലടാ ആന്റി വിളിച്ചില്ലേ പാതിര കുർബാനയ്ക്ക് പോകണ്ടേ? നമുക്ക് വേഗം കഴിച്ചിട്ട് വേഗം പോവാന്ന്. എടാ കുട്ടാ ഹാപ്പി ക്രിസ്മസ്. എടാ ഗോകുല അമ്മ ജോനൊന്നും കൊണ്ടുവന്നാക്കണോട്ടാ. അതിനവനെവിടെ? എടാ അവൻ ആ ജംഗ്ഷനിൽ അവനിപ്പോ വരൂടാ. അവനെന്തിന്റെ വീട്ടിലേക്ക് ആക്കണേ? അവനോട് ഇവിടെ കിടക്കാൻ പറ. എടാ അവന് നാളെ രാവിലെ പോകണ്ടേ? എനിക്ക് മടിയാണ്, പോവാൻ പറ. ഞാൻ കൊണ്ടുവിട്ടോളാം. എടാ അതെ അവന്റെ വീട്ടിലേക്കല്ലട്ടാ, അവന്റെ അമ്മ വീട്ടിലേക്ക് കീരപ്പള്ളിയിലേക്ക്. കൊണ്ടുവിടുന്ന് പറഞ്ഞില്ലേ? ആ അവൻ ഉണ്ടാകട്ടെ. തോന്നുന്നുണ്ട് അത് എപ്പോയില്ലേ ഇതിങ്ങനെ മുക്കിയിട്ട് ആ മീൻചാറിൽ ഒന്നും കൂടി മുക്കിയിട്ട് ഇങ്ങനെ തിന്ന് എന്ത് ടേസ്റ്റാന്ന് ആലോചിക്ക്. നീ ചാറിൽ നോക്കി നക്കിയാ മതി. ഇവിടെ ഒരു കഷ്ണൂറോ അത് പറഞ്ഞപ്പോഴാ ആലോചിച്ചേ, നാളെ കീഴപ്പള്ളിയിൽ മീൻ പിടിക്കാൻ പോയാലാ? നാളെ ക്രിസ്മസ് ആയിട്ടാ. ദേ ഞാൻ നാളെ ഉണ്ടാവില്ലട്ടാ, മമ്മിയുടെ മേജോക്ക് എത്തിയാ? എടാ നാളെ എപ്പോഴാ ഫ്ലൈറ്റ്? നാളെ 7:30 പോണം. ബാഗെല്ലാം സെറ്റാണ്, രാവിലെ പോണം. ഇവന് ഒരുത്തൻ കാരണം എനിക്ക് ഇവിടെ ഇരിക്കിപ്പോറതില്ലാത്ത. ആര് ജിബിറ്റല്ലടാ മെജോ. ഇവനൊക്കെ ഗൾഫിൽ പോയി കാശ് ഉണ്ടാക്കാല്ലേ. എടാ നിന്റെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ എന്തായി? വെരിഫിക്കേഷൻ ഇതുവരെ കഴിഞ്ഞിട്ടൊന്നുമില്ല. മജോ നീ പോകും മുമ്പ് ഇത് കൊടുത്തിട്ട് പോയിക്കോ. എന്ത്? വൈനുമ്മേൽ വാൾ പുരസ്കാരം. എങ്ങനെയുണ്ട്? മാറി വാളോക്കടാ. എന്റെ പൊന്നാൽമി, നീ ഒരു വൈനടിച്ചിട്ട് ഇത്രയും വാള് വെക്കണ? നീ ഇത്രയും ബലഹീനം നിന്റെ പോയിക്കോടന്ന്. എടാ മജോ വന്നേ, വാ പോവാം. ഞാൻ ഉണ്ടാക്കി തരാം. അമ്മ ഒന്ന് തെറി പറയും. എടാ ത്രിബിൾസാ, ഈ വൈനുമ്മേൽ വാൾ വെച്ചവനെ കൊണ്ടാണ് നിങ്ങൾ പോണത്. നിനക്ക് നാണാവൂലേ? വൈൻ കുടിച്ചിട്ടും നല്ല വാള് വെച്ചത്, പിരിട്ട് പച്ച കുടിച്ചിട്ടും വാള് വെച്ചിട്ടില്ല. താൻ ഉണ്ണി പറഞ്ഞതിന് കാശെന്തിനാന്ന് അറിയത്തോന്നില്ല. എടാ ഞാൻ വീട്ടിലേക്ക് പോണ, പോയി കിടന്ന് ഉറങ്ങട്ടെ. എടാ മറ്റന്നാള്, നാളെ നീ പറഞ്ഞോട്ടെ രാത്രി. എടാ മേജോ വഴി പറഞ്ഞോട്ടാ. ഇവിടെ കണ്ടല്ലേ കുട്ടം പറഞ്ഞ മീൻ പിടിക്കുന്ന സ്ഥലം? അതെ, ആ പാലത്തിന്റെ അപ്പുറം. അവിടെയാണോ? ആ പാലത്തിന്റെ അപ്പുറത്താ? കൊറേ പോണോ? അവിടെ അടുത്താടാ. ഹാപ്പി ക്രിസ്മസ്. എടാ മേജോ, ശൈല ചേച്ചി വഴിയില്ല താമസം? അത് നിനക്ക് എങ്ങനെ അറിയാം? അത് ജനറൽ നോളജ് അല്ലേ? ഇത്രയും നോളജ് ഉണ്ടെങ്കിൽ നിനക്ക് വല്ല PSC പരീക്ഷ എഴുതാൻ പാടില്ലേ? അപ്പൊ ശരിടാ. നോക്കി അത് വിളിച്ചോണ്ടല്ലോടാ. കണ്ടാ എന്ത്? നിനക്കൊന്നും വേറെ പണിയില്ല. വിളിച്ചോണ്ട് പോയടേ. നിനക്കും തുടങ്ങിയ അസുഖം. അപ്പൊ എന്തായാലും ശരി, ഞാൻ പോയിട്ട് വിളിക്കാം. ശരിടാ. ഓക്കെ ബൈ. അപ്പൊ നീ വിളിക്കട്ടെ. ഗുഡ് നൈറ്റ്. ശരിടാ. നമുക്ക് ആൾക്കാർ പോവാൻ മറക്കണ്ട. പോടാ വിട്ടു പോടാ. അവന്റെ ഒക്കെ ഒരു യോഗേ. നീ എന്തും ചെയ്യേണ്ട കാര്യമാണ്. ക്രിസ്മസ് അല്ലേ, രാത്രിയല്ലേ, പൂത്തിരിയും മത്താപ്പും പടക്കവും. ശൈല ചേച്ചിക്ക് ഭയങ്കര പാവലടാ. പിന്നെ ഭയങ്കര കഷ്ടമാണ് അവരുടെ കാര്യം. പലപ്പോഴും ഉടുതുണിക്കും മറുതുണി പോലും ഉണ്ടാവാറില്ല. കത്തിച്ച് വഴിയിലിട്ടാണ് അവന്മാർ കത്തിക്കണേ. ചേട്ടോ പൊക്കോട്ടെ. ആ പൊക്കോ. എന്നോടൊക്കെ പറഞ്ഞിട്ടില്ല ഈ വഴി പോയത്. അങ്ങോട്ട് എപ്പോഴേ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞ എന്തിനാണോ
കണ്ടു